ഹലോ, മിറാക്കിൾ ഫാമിലിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ നല്ല അടിപൊളി ചായ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. ഇത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. ചായ ഉണ്ടാക്കാൻ അറിയണവർ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോവാം കേട്ടോ. ഒരു സ്പെഷ്യൽ ചായയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചായ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിനായിട്ട് ഒരു ചായപാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് സാധാരണ നമ്മുടെ പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒരു ഗ്ലാസ്. അതൊഴിച്ചിട്ട് നന്നായിട്ട് ചൂടാവാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് സ്പെഷ്യലായിട്ട് നമ്മൾ ചേർക്കുന്നത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു ഏലക്കായ ഇടുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് ചതച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ചൂടായ ഈ വെള്ളത്തിലോട്ട് നമ്മളത് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇത് തിളയ്ക്കാനായിട്ട് സമയം കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ആവശ്യത്തിനുള്ള പഞ്ചസാര ഞാനിവിടെ ഒരു 6 സ്പൂണാണ് ഉപയോഗിച്ചേക്കുന്നത്. നമ്മുടെ മധുരത്തിനനുസരിച്ച് നമുക്കിത് കൂട്ടോ കുറയ്ക്കോ എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ പഞ്ചസാര ഇട്ടിട്ട് വീണ്ടും ഞാൻ തിളയ്ക്കാനായിട്ട് സമയം കൊടുത്തു. അതിനുശേഷം ഞാൻ തേയില ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. തേയില ഇട്ട് കൊടുക്കുമ്പോൾ ഇവിടെ ഉപയോഗിച്ചേക്കുന്ന സ്പൂൺ എന്ന് പറയുന്നത് വളരെ ഒരു ചെറിയ സ്പൂണാണ് കേട്ടോ. അതാണ് അളവിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരുമെന്ന് പറയുന്നത്. ഇതിൽ 2 സ്പൂൺ തേയില ഇട്ട് കൊടുത്തു. നല്ല കടുപ്പത്തിലുള്ള ചായ ആയതുകൊണ്ട് തന്നെ ഞാൻ 2 സ്പൂൺ ഇതുകൊണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതും കൂടി ഇട്ടിട്ട് ഇത് മീഡിയം ടു സിമ്മിലോട്ട് ഈ തീ മാറ്റി വെച്ചിട്ട് നമുക്കിത് വെയിറ്റ് ചെയ്യാം കേട്ടോ. കുറച്ച് നേരം, അതായത് ഒരു ഗ്ലാസ് വെള്ളം ഉണ്ടെങ്കിൽ അതൊരു 3/4 ഗ്ലാസ് ആവുന്ന വരെ നമ്മളിത് വെയിറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നന്നായിട്ട് അത് കുറുകി ആ ഇഞ്ചിയും ഏലക്കായും അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് നന്നായിട്ട് വരും കേട്ടോ അതിലേക്ക്. അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. കണ്ടോ, നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു ഗ്ലാസ് വെള്ളത്തിന് നമ്മൾ 1.5 ഗ്ലാസ് പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിൽ വെള്ളം നമ്മൾ ഒഴിച്ച് കൊടുത്ത ആ വെള്ളം 3/4 ഗ്ലാസ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 1.5 ഗ്ലാസ് പാലൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യം കട്ടി ഉള്ള നമ്മുടെ സാധാരണ സൊസൈറ്റിയിൽ നിന്നൊക്കെ മേടിക്കുന്ന പാലാണ്. അപ്പോൾ പാക്കറ്റ് പാലാണെങ്കിൽ 1 ഗ്ലാസ് എടുത്താൽ മതി. ഇതിപ്പോൾ സൊസൈറ്റിയിൽ നിന്നുള്ള പാലായതുകൊണ്ടാണ് ഞാൻ ഇവിടെ 1.5 ഗ്ലാസ് എടുത്തേക്കുന്നത് കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ട് തിളയ്ക്കാൻ വയ്ക്കുക. തിളച്ചതിന് ശേഷം നന്നായിട്ട് നമുക്കത് ആറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അത് ആറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ചായയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് നന്നായിട്ട് അത് അടിച്ച് പതപ്പിച്ചെടുക്കണം. എന്നാൽ മാത്രമാണ് ചായ കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാനിത് നല്ല കപ്പ് എടുത്തിട്ട് നന്നായിട്ട് അടിച്ച് ഒഴിക്കുകയാണ് കേട്ടോ ചായ. ഇതിലാണ് ഇതിൻ്റെ ഏറ്റവും ടേസ്റ്റ് അല്ലെങ്കിൽ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഞാൻ 2 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ആറ്റിയെടുത്തിട്ടുണ്ട്. ഇത് ചൂടാറാൻ പാടില്ല, പ്രത്യേകം ശ്രദ്ധിക്കുക. ചൂട്ടോട് കൂടി കുടിക്കുന്ന ചായക്കാണ് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുക. അപ്പം ഞാനിത് ആറ്റിയിട്ടുണ്ട്. ഇത് അടിപൊളി ചായയാണ് കേട്ടോ. നമുക്കൊരു തലവേദന വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഉഷാറ് കുറവൊക്കെ വരുമ്പോൾ നമുക്ക് കുടിക്കാൻ പറ്റിയ അടിപൊളി ചായയാണ്. അപ്പോൾ ഞാൻ ആറ്റിയെടുത്തിട്ട് ഞാനിത് സെർവിങ് കപ്പിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള ചായയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് പറയണം. ചെറിയൊരു കാര്യമായാലും അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് നല്ലതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ.